തൃശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം പക്ഷേ പൂരമല്ല എന്നാണ് KPCC ഉപസമിതിയുടെ റിപ്പോർട്ട്. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ KPCC നിയോഗിച്ച ഉപസമിതിയുടേതാണ് റിപ്പോർട്ട്. പൂരവിവാദത്തിന് പിന്നിൽ CPM BJP അന്തർധാരയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. MS ലിഷോയ് അതിന്റെ വിവരങ്ങൾ നമുക്ക് നൽകും. ലിഷോയ്, തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പൂരമല്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CPM-ഉം BJP-യും പിന്നെ എന്തിന് അന്തർധാരയുണ്ടാക്കി എന്നാണ് ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായും. അതായത് നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് പൂരം ഒരു രാഷ്ട്രീയ വിഷയമാക്കി, പൂരം അലങ്കോലമായത് BJP-ക്ക് വലിയ തോതിൽ ഗുണകരമായി മാറി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ KPCC ഉപസമിതി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് പൂരം ഒരു തരത്തിലും ഇത്തരത്തിൽ UDF-ന്റെ തോൽവിക്ക് കാരണമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം എടുത്തു പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ TN പ്രതാപൻ മത്സരിക്കുന്നില്ല എന്നൊരു പ്രതീതി തൃശ്ശൂരിലുണ്ടായിരുന്നു. അത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂര വിവാദം സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ തോതിൽ ഒരു കാരണമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് KPCC ഉപസമിതിയുടെ ഒരു കണ്ടെത്തലായി എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ DCC ഓഫീസിൽ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വലിയ തോതിലുള്ള ഈ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അപ്പോൾ ആണ് ഈ തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതും 3 അംഗങ്ങൾ അടങ്ങിയ, അതായത് KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നീ 3 അംഗങ്ങൾ അടങ്ങിയ KPCC ഉപസമിതി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയത്. പക്ഷേ